അൻവർ UDF തർക്കം നാടകമാണെന്ന് വി വസീഫ്. കോൺഗ്രസ് OLXൽ തപ്പുമ്പോൾ സ്വരാജ് ബോക്സ് ഓഫീസിൽ വിജയിച്ചു കഴിഞ്ഞെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് ന്യൂസ് 18നോട് പറഞ്ഞു. നിലമ്പൂർ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചു കഴിഞ്ഞിരിക്കുന്നു. വലിയ ആവേശപൂർവ്വമാണ് അണികൾ ഈ തീരുമാനത്തെ ഏറ്റെടുത്തിരിക്കുന്നത്. നമുക്കൊപ്പം ഡിവൈഎഫ്ഐ നേതാവ് വസീഫ് ഉണ്ട്. നിലമ്പൂര് കേരളത്തിന് സംഭാവന ചെയ്ത അങ്ങനെ ഒരു പ്രയോഗം ഉണ്ടല്ലോ, അങ്ങനെ സംഭാവന ചെയ്ത ഇന്ന് അവർ കരുതുന്ന അവരുടെ സ്വന്തം സ്വരാജാണ് മത്സരിക്കുന്നത്. ചുങ്കത്തറ കോളേജിൽ നിന്ന് രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചു വന്ന അദ്ദേഹത്തെ ഇവിടെ നിന്ന് SFI നേതാവായി, ഇവിടെ നിന്ന് യുവജന പ്രസ്ഥാനത്തിന്റെ നേതാവായി ഒക്കെ ഈ നാട്ടിൽ നിന്ന് കടന്നു വന്ന് കേരള രാഷ്ട്രീയത്തിലെ ഒരു നേതൃത്വമായി നിൽക്കുന്ന സ്വരാജ് മത്സരിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ഈ നാടങ്ങ് ഏറ്റെടുത്തു. ഈ സ്ഥാനാർത്ഥിയെ OLXലൊക്കെ ഇട്ടാണ് മറുപക്ഷം തുടങ്ങിയത്. ഈ പ്രതികൂല കാലാവസ്ഥയിൽ തെരച്ചിൽ നിർത്തിയവരും OLXൽ സ്ഥാനാർത്ഥിയെ തേടിയവരും ഒക്കെ ഉണ്ട്. ആ കോൺഗ്രസുകാർ ഇപ്പോഴും OLXൽ കിടക്കുക. OLXൽ കിടന്നിട്ട് ആരെങ്കിലും ഞങ്ങളെ വിലയെടുത്ത് വാങ്ങുമോ എന്ന് പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. എന്നാൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥി ബോക്സ് ഓഫീസിൽ തരംഗം സൃഷ്ടിക്കുക. അതാ വ്യത്യാസം. തരംഗം സൃഷ്ടിച്ച് നാടാകെ ഏറ്റെടുത്തു. ഇപ്പൊ അവർ അങ്കലാപ്പിലായി. ഇപ്പോ അൻവറിനെ വേണ്ട എന്ന് പറഞ്ഞവർ അൻവറിനെ എങ്ങനെയെങ്കിലും ഒന്ന് കിട്ടുമോ എന്ന് ചോദിച്ച് നടക്കുക. അൻവറാണെങ്കിൽ എങ്ങനെയെങ്കിലും ഒന്ന് മത്സരിക്കാതിരിക്കാൻ ആലോചിക്കുക. കാരണം ഇവിടെ അതൊന്നും ഒരു ഫാക്ടർ ആവില്ല. കാരണം ഒരു വികസനം എന്താണ് എന്ന് ഈ നാട് അറിഞ്ഞത് ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയായി ഒരു MLA ഉണ്ടായപ്പോൾ XOR ഇടതുപക്ഷത്തിന്റെ ഭാഗമായി ഒരു ഭരണകക്ഷിയുടെ ഭാഗമായി നിൽക്കുന്ന MLA ഉണ്ട് ഈ നാട്ടിൽ. ആ MLA മുന്നിൽ വെച്ച് ഇടതുപക്ഷം നടത്തിയ ഒരു വികസന പ്രവർത്തനമുണ്ട്. അതൊരു കൂട്ടായ പ്രവർത്തനമാണ്. ആ പ്രവർത്തനത്തിന് ഒരു തുടർച്ചയുണ്ടാകണം എന്ന് ഈ നാട് ആഗ്രഹിക്കുക. അൻവറിനോട് അഭ്യർത്ഥിക്കാനാണ് ഇന്നത്തെ UDF യോഗത്തിൽ തീരുമാനമായത്. ഇതിന്റെ പിന്നിലൊക്കെ ഒരു തിരക്കഥയുണ്ടെന്ന് എനിക്കൊരു വ്യക്തിപരമായി എന്റെ ഒരു തോന്നൽ തിരക്കഥയുണ്ട് എന്നാണ് തോന്നുന്നത്. അവർക്ക് ഇതിങ്ങനെ ഒരു മെയിൻ സ്ട്രീമിൽ നിർത്തണം. അവർക്ക് ഈ വികസനം, നിലമ്പൂരിന്റെ വികസനം, ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയം ഒന്നും അവർക്ക് ചർച്ച ചെയ്യാനൊന്നും താല്പര്യമില്ല. അവർക്ക് ഈ അൻവറിനെ കിട്ടണം, ജമാഅത്തെ ഇസ്ലാമിയെ കിട്ടണം, മറ്റാരെങ്കിലും കിട്ടണം, SDPയെ കിട്ടണം, BJPയുടെ വോട്ട് കിട്ടണം. അങ്ങനെയൊക്കെ വോട്ട് വാങ്ങി എങ്ങനെയെങ്കിലും അധികാരത്തിൽ അള്ളിപ്പിടിച്ച് നിൽക്കണം എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഒരു രാഷ്ട്രീയ നിലപാട് അവർക്കുണ്ടോ? എന്തായാലും വലിയ വിജയം നേടുമെന്ന് തന്നെയാണ് ഇടതു മുന്നണിയുടെ പ്രതീക്ഷ. ഒപ്പം വലിയ ആവേശം ഇടത് ക്യാമ്പുകളിൽ സ്ഥാനാർത്ഥി നിർണയത്തോടുകൂടി ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നു. MS അനീഷ് കുമാറാണ് വി വസീഫിനൊപ്പം ചേർന്നത്. നിലമ്പൂരിൽ എന്തായാലും LDF UDF പോര് കടുക്കുന്നതിനിടെ ചിത്രത്തിലേ ഇല്ല BJP എന്നുള്ളതാണ് സാഹചര്യം. NDA സ്ഥാനാർത്ഥി ഉണ്ടാകുമോ ഇല്ലയോ എന്നതിൽ പോലും ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. സ്ഥാനാർത്ഥി ഉണ്ടാകുമോ എന്നതിൽ ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ലെന്നാണ് കഴിഞ്ഞ ദിവസവും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കിയത്. മത്സരിക്കുന്നതിൽ ഇപ്പോഴും BJPയിൽ രണ്ട് അഭിപ്രായമുണ്ട്. രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷനായ ശേഷം ആദ്യമായി നടക്കുന്ന തെരഞ്ഞെടുപ്പാണിത്. മോശം പ്രകടനമായാൽ വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനെ വരെ ബാധിക്കുമെന്ന ആശങ്കയാണ് ഒരു വിഭാഗം നേതാക്കൾക്കുള്ളത്. അപ്പോൾ മറ്റു വാർത്തകൾ അടക്കം നമുക്ക് പരിശോധിക്കണം. വേഗം ഒരു ഇടവേളയ്ക്ക് ശേഷം.